Hello, hi everyone. Good morning. Good morning. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 7 ഡേയ്സിൽ നമുക്ക് എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആർ യു റെഡി? ആർ യു റെഡി ഫോർ ദ സെഷൻ? നിങ്ങളുടെ സെഷന് റെഡിയാണോ? നിങ്ങളുടെ ട്രെയിനിങ്ങിന് റെഡിയാണോ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത മെഡിറ്റേഷനിലെ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സെൽഫ് ലവ് നമ്മൾ കൊടുത്തിട്ട് സെൽഫ് അക്സെപ്റ്റൻസിലൂടെ സ്നേഹം മനസ്സിൽ നിറച്ച് ഇനി നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഒരു സംഗതിയിലേക്ക് പോകുന്നു. അപ്പൊ റെഡി ആണല്ലോ? ആർ യു റെഡി? റെഡി? ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം ഇന്നത്തെ സെഷനിലേക്ക്. ഗുഡ് മോർണിംഗ് എവരിവൺ. യെസ്, വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? 7 ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു 7 ദിവസം ഇന്ന് മുതലടക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 7 ദിവസം നമ്മൾ വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡെപ്തിൽ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. റെഡിയാണല്ലോ? അപ്പോൾ മറക്കരുത്. അതിന് കൂടെ തന്നെ പറയാണ്, നിങ്ങൾക്ക് ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഞാൻ നൽകുന്നതോടെ തന്നെ ചെറുതായിട്ടൊരു അപ്ഡേറ്റ് തരികയാണ്. വരുന്ന ഞായറാഴ്ച അതായത് 28-ാം തീയതി നമ്മളുടെ പ്രോഗ്രാം നടക്കുകയാണ്. ബിസിനസ് എക്സലൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് നേരിട്ടായിട്ടുള്ള ഒരു പവർ പാക്ഡ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ബ്രെയിന് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാനും ബിസിനസ് റൺ ചെയ്യാനും പറ്റുന്ന ഒരു ബിസിനസ്മാന്റെ ബ്രെയിൻ ആക്കി മാറ്റണം. ആക്റ്റീവായിട്ട്, അഗ്രസീവ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ക്ലയൻസിനെ നല്ല രീതിയിൽ സെർവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഒരുപാട് നോളജ് അതിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പൊ അതിന്റെ പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ആ നമ്പർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാറാം. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക. നമ്മുടെ സ്ഥിരം നമ്പർ തന്നെയാണ് 8086887775 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കട്ടെ. ഇതാണ് നമ്പർ, കമന്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അതിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക. 23-ാം തീയതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ, ഇന്ന് 22 നാളെ 23, നാളെ വൈകിട്ടുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓഫർ ഉണ്ട്. ഏർലി ബേർഡ് ഓഫർ എന്ന് പറയും. നേരത്തെ പേയ്മെന്റ് അടച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യുന്നത് 20 പേർക്ക് മാത്രമാണ് ചാൻസ് ഉള്ളത്. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ബിസിനസ്, ചേഞ്ച് യുവർ കരിയർ. എനിവേ, ലെറ്റ്സ് കം ബാക്ക് ടു ദ സെഷനിലേക്ക് വരാം. സെഷനിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്താൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള 7 ദിവസത്തെ ഏത് സെഷനിൽ അവർ സ്റ്റാർട്ട് ചെയ്താലും അവർക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സസിന്റെ ഒക്കെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന വെൽത്ത് ക്രിയേഷൻ. അപ്പൊ നമ്മൾ ഇന്നെന്ന് വെച്ചാൽ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സീരീസ് ഓഫ് ട്രെയിനിങ്. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേർക്ക് കോടികൾ സമ്പാദിക്കണം? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് വളരെ മനഃപൂർവ്വം ചോദിക്കുന്ന ചോദ്യമാണ്. ചുമ്മാ ഒരു നിങ്ങളെ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ എന്താ വെച്ചാൽ എക്സൈറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. അല്ലെങ്കിൽ വെറും ഒരു എത്ര പേർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്താ വെച്ചാൽ കോടികൾ സമ്പാദിക്കണം അല്ലെങ്കിൽ ഒരുപാട് സമ്പാദിക്കണം, ഒരൊറ്റ ചോദ്യമാണ്. ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സെഷനിലേക്ക് വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത്. ഇപ്പൊ വെൽത്ത് ക്രിയേഷൻ ട്രെയിനിങ്ങിൽ നിങ്ങളോട് ചോദിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. ഇന്നത്തെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്? സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കുന്നു, താല്പര്യത്തോടു കൂടി ഇരിക്കുന്നു, ഒരു ടേബിളിന്റെ മുൻപിൽ ഒരു നോട്ട് പാഡും പേനയും എടുത്തിട്ടിരിക്കുക. കാരണം ഇത് മറ്റുള്ള ട്രെയിനിങ് പോലെയല്ല. ഒരുപാട് പോയിന്റ്സുകൾ പറയും. അത്തരത്തിലുള്ള പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബി ഹിയർ. ഓക്കെ, അപ്പൊ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താ വെച്ചാൽ പലരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ വെൽത്ത് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി, പണവുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ബ്ലോക്കുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ കോടികൾ സമ്പാദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട,
ഒറ്റടിക്കുള്ളെന്ന് വരും. വേണ്ട, എന്തിനാ പത്രക പണം? അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിനാ, ഇത് അഹങ്കാരമല്ലേ, കൂടുതൽ ആഗ്രഹിക്കുന്ന അഹങ്കാരമല്ലേ, അത് ദുഃഖത്തിന് കാരണമാവില്ലേ, അത് നമുക്ക് എന്താ വെച്ചാല് ശരിയല്ലല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടോ? അങ്ങനെ പാടില്ല. അത് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ള പണവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ആൾക്കാർ എത്ര പേരും? ഒന്ന് കമന്റ് ചെയ്യാം. അതായത് പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് വട്ടാവും, പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫാമിലി നഷ്ടപ്പെടും, പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടും, പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഞാൻ ധിക്കാരിയാകുമോ, പണം എനിക്ക് ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരിയായി പോകുന്നു. ഇങ്ങനെയുള്ള കുറേ സംഗതികൾ നമുക്ക് പലർക്കും ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള പല തെറ്റായ ധാരണകളുണ്ടാവും. അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഫിയർ ആണ് നമ്മളുടെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് നമുക്കിനി കളയണം. അതെങ്ങനെ കളയാം? ഇനിയുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ, ഇനിയുള്ള 7 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന 7 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഒരു മാരത്തൺ ട്രെയിനിങ് നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാവരും ശരത്ത് നമ്മുടെ പോസ്റ്റേഴ്സ് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന വെൽത്ത് ക്രിയേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ട്രെയിനിങ്ങിൽ എന്താ വെച്ചാൽ പരമാവധി എന്താ വെച്ചാൽ ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിനുള്ളിൽ എന്തുണ്ടാവരുത്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം, ഒരു ഗോൾ അവിടെ സെറ്റ് ചെയ്യാം. നമുക്കൊക്കെ സമ്പത്ത് വേണം, പണം വേണം. പക്ഷെ പ്രോബ്ലം എന്താണ്? ആ വെൽത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളില് നമുക്ക് എന്തുണ്ടാവുക, അതിനോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഒരു ചിന്തകളുണ്ടോ, കാഴ്ചപ്പാടുകളുണ്ടോ, അവയർനെസ് ഉണ്ടോ നോക്കുക. അതിനോട് മാച്ച് ആകുന്ന ചിന്തകളെ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. ഏത് ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഗോളിന് മാച്ച് ആകുന്ന ഫീലിങ്സ് ഉണ്ടാവണം. അപ്പൊ ഒരു പേടി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുക, സ്വയം ഇരുന്ന് ആലോചിക്കുക, എന്നിട്ട് ഒരു ബുക്കും പേനയും പേപ്പറും എടുത്ത് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളൂ. ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ, എന്നിട്ട് റൈറ്റ് ഡൗൺ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതണം. കുറച്ച് സമയം മാറി ഇരുന്നിട്ട് എഴുതണം, ആലോചിക്കണം. എന്റെ മനസ്സിനുള്ളിൽ ഈ ഗോള് അച്ചീവ് ചെയ്യാൻ, കോടികൾ സമ്പാദിക്കണം, ലക്ഷങ്ങൾ സമ്പാദിക്കണം, സേവിങ്സ് വേണം, സമ്പന്നനാവണം, സാമ്പത്തിക സുരക്ഷിതത നേടണം എന്നുള്ള ആ ആഗ്രഹം എനിക്കുണ്ട്. അതിനോട് മാച്ച് അല്ലാത്ത എന്ത് കാര്യങ്ങളാണ്, പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത്, എന്ത് ഫീലിങ്സ് ആണ്. നിങ്ങൾ EFT കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അവർ ടാപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഈ തോട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് പറയാണ്, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് ചോദിച്ചാൽ മതി. എന്ത് ഇപ്പൊ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ചോദിച്ചാൽ മതി. മനസ്സിനോട് ഇങ്ങനെ ചോദിക്കുക ടാപ്പ് ചെയ്യുന്നതിനിടയിൽ. അപ്പൊ ഓർമ്മയിലേക്ക് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഒന്നും വരില്ല, പക്ഷെ കുറച്ച് വീണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പൊ കിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എന്ത് ചിന്തകളാണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പണം വന്നു കഴിഞ്ഞാൽ ധിക്കാരിയായി പോകും, പണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരിയായി പോകും, പണം നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? എന്താണ് നിങ്ങൾ പേടിപ്പെടുന്നത്? അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ സ്വീകരിക്കുമ്പോൾ അത് ചിലപ്പോൾ പരാജയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലയബിലിറ്റി ആകും, ബാധ്യതകളാവും, പ്രശ്നങ്ങളാവും, ബുദ്ധിമുട്ടാവും, കാര്യങ്ങളാകും. പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യേണ്ടി വരും. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഹാർഡ് വർക്കാണ്. അങ്ങനെയുള്ള സംഗതി ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പണം വരാനുള്ള തടസ്സം എന്താണ്? അല്ലെങ്കിൽ പണം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യണം, അതിനൊക്കെ ഒരുപാട് അറിവ് വേണം, കഴിവ് വേണം. എനിക്ക് അറിവോ കാര്യങ്ങളോ ഇല്ല. ഇതൊക്കെ എന്താണ്? പണത്തിന് ആ പണം വേണം എന്നുള്ള ഗോളിന് മാച്ച് ആകുന്ന ബിലീഫ് അല്ല, അതിന്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ബിലീഫാണ്. മനസ്സിലായോ? ഇതുപോലെ എന്താണ് ഉള്ളിൽ, ഇത് നിങ്ങളുടെ അടുത്ത് പണം വരുന്നില്ല, ഇതുപോലെ എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഈ ഉള്ളിലുള്ള ബിലീഫാണ്, ഉള്ളിലുള്ള നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള സെൽഫ് ബിലീഫ് ആയിരിക്കും അത്. എഴുതി വെച്ചോ, എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള സെൽഫ് ബിലീഫ് എന്താണ്? ഒന്ന്, എന്നെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ്. നിങ്ങളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഴുതി വെച്ചോ, എന്നെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് എന്താണ്? എന്നിട്ട് അതിന് താഴെ ആ ഇമേജുകൾ എന്ത് ചെയ്യണം? എഴുതണം. ഞാൻ പോരാ എന്ന ചിന്താഗതി വെൽത്തിലേക്ക് എത്തിക്കില്ല. ഞാൻ കഴിവില്ല, അറിവില്ല, സാധാരണ വ്യക്തിയാണ്, എനിക്ക് അറിവ് കുറവാണ് എന്ന ചിന്താഗതി നിങ്ങളെ വെൽത്തിലേക്ക് എത്തിക്കില്ല. മനസ്സിലാവുന്നില്ല? എനിക്ക് മടിയാണ് എന്ന ചിന്താഗതി വെൽത്തിനെ
കാരണം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പണിയെടുക്കേണ്ടി വരും, നമുക്കറിയാം. ഞാൻ പണിയെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മടിയനാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വെൽത്തിനെതിരാണ്. Am I right? Yes or no? Yes or no? ഞാൻ മടിയനാണ്, ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവക്കാരനാണ്, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കോൺഫ്ലിക്റ്റും ബിലീഫിന് എതിരാണ്. കോൺഫ്ലിക്റ്റും ബിലീഫാണ്, നിങ്ങളുടെ ലക്ഷ്യത്തിന് എതിരാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയിലേക്ക്, ഈ വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ഉദ്ദേശത്തിലാണ് കേട്ടോ. വെറുതെ പണം ഉണ്ടാക്കണം എന്നുള്ള ആർത്തി കൊണ്ടല്ല, അതുകൊണ്ടല്ല. മറിച്ച് എന്താ വെച്ചാല് നല്ല രീതിയിലുള്ള ഒരു ജീവിതം, എനിക്ക് ഒരുപാട് യാത്രകൾ പോകണം, അല്ലെങ്കിൽ ഒരുപാട് പേര് സഹായിക്കണം, അങ്ങനെ എന്ത് ഉദ്ദേശത്തില്. കാരണം ഓൾറെഡി പണം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പണം ഓൾറെഡി വരുമാനം നല്ല സേഫ് ആയിട്ട് വരുന്നവരുണ്ടാവും, അത്യാവശ്യം നല്ല സേവിങ്സ് ഉള്ളവരുണ്ടാവാം. ഇവർക്കൊക്കെ എന്തിനാണ് ഇനി പണം ഉണ്ടാക്കുന്നത്, സമ്പത്ത് ഉണ്ടാക്കുന്നത്? സമ്പത്ത് എന്നും നമുക്ക് വന്നുകൊണ്ടേയിരുന്നോട്ടെ, എന്നും വന്നുകൊണ്ടേയിരുന്നു. അത് വലിയൊരു സേഫ്റ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന പണം നമ്മളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് പണം വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കറക്റ്റായിട്ട്, പണം വരുന്നതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ബിലീഫ്, നിങ്ങളെ കുറിച്ചുള്ള ഇമേജ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യുക. ആ ഇമേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പണിയെടുക്കാൻ പറ്റും? ആ ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അഫർമേഷൻസ് എഴുതി തുടങ്ങണം, പറയണം. ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നന്നായിട്ട്, ഇപ്പൊ മടിയുള്ളവനാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്, താങ്ക് യു സോ മച്ച്, എനിക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെ എഴുതുക. ജോലി ചെയ്യാൻ പറ്റി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ അത് വിശ്വാസം ഉണ്ടാവില്ല ഉള്ളില്, ഇല്ലല്ലോ, പക്ഷെ എന്നാലും എഴുതുക. അപ്പോഴാണ് മൈൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് ദിവസം ആ സെന്റൻസ് തന്നെ, എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റി, സാധിച്ചു, എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ എഴുതുക. എനിക്ക് അപ്പൊ നിങ്ങൾ മടി പിടിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും രാവിലെ എണീറ്റിട്ട് ഇത് എഴുതുക, എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കളവല്ലേ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുക എന്നാണ് നിങ്ങളുടെ എക്സസൈസ്, വേറെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. മനസ്സിലായോ? പറഞ്ഞ പണി അങ്ങോട്ട് കേൾക്കുക, ദാറ്റ്സ് ഓൾ. അപ്പൊ അതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതുക. അപ്പൊ അതങ്ങ് എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്ത് സങ്കല്പിക്കുന്നുവോ യാഥാർത്ഥ്യത്തിൽ എന്തോ എന്നുള്ളത് പ്രശ്നമല്ല. യാഥാർത്ഥ്യത്തിൽ എന്തോ എന്നുള്ളത് പ്രശ്നമല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രശ്നമല്ല. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രശ്നമല്ല. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നിങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ക്ലിയർ ആയിക്കോളും. അതിന് ഓട്ടോമാറ്റിക്കലി കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തെങ്കിലും വിശ്വസിക്കും കറക്റ്റായിട്ട് വിശ്വസിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേണ്ട സംഗതിയിലേക്ക് എന്താ വെച്ചാൽ അതിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ മൈൻഡ് വിശ്വസിക്കും കറക്റ്റായിട്ട്. ആ വിശ്വാസം വരിക എന്നുള്ളത് അതെങ്ങനെ വരിക? റിപ്പീറ്റേഷനാണ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറയണം. അപ്പൊ നിങ്ങളുടെ സെൽഫ് ഇമേജ് നിങ്ങൾ എഴുതി വെക്കുക, അതിന് താഴെ എഴുതുക. അടുത്തത്, നിങ്ങൾക്ക് സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജ് ആണ്. നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ്. ഞാനൊരു മടിയനാണ് എന്ന സെൽഫ് ഇമേജ് ആണോ? അത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അത് പാടില്ല, അത് ചേഞ്ച് ആവണം. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന, ഞാൻ നന്നായിട്ട്, അതേപോലെ ഞാൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ കഴിയില്ല, എനിക്ക് അതിനുള്ള അറിവില്ല, എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് അറിയില്ല, ഞാൻ അതിനൊന്നും കൊള്ളാത്തവരാണ്, അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, ക്ലാരിറ്റി ഇല്ല, കഴിവില്ല, ക്രിയേറ്റിവിറ്റി ഇല്ല. അതൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാത്രം പറഞ്ഞതാണ്. ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രം പറഞ്ഞതാണ്.
അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള അഗ്രസീവായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവില്ല, ഞാനൊരു ബിസിനസ്മാൻ ആണോ, എല്ലാവർക്കും ബിസിനസ്സും ഒക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള തിങ്കിങ് ഉണ്ടെങ്കിൽ അത് ഒഴിവാകണം. ആ തിങ്കിങ് ഒഴിവായാലേ പണം വരുള്ളൂ. ബിസിനസ് എന്ന് പറയുന്ന മറ്റൊരു ജോലി പോലെ തന്നെയാണ്. ചെറുത് ചെയ്താൽ മതി, ഒരുപാട് വലുത് ചെയ്യണ്ട. ചെറുത് ചെയ്താൽ മതി, സ്ഥിരമായി ചെയ്താൽ മതി. നിങ്ങൾക്ക് കാലങ്ങൾ കൊണ്ട് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. നിങ്ങൾ ബിൽഗേറ്റ്സിനെ പോലെയോ അല്ലെങ്കിൽ അംബാനിയെ പോലെയോ അതല്ലെങ്കിൽ ഇവിടെയുള്ള യൂസുഫ് അലി സാറിനെ പോലെയോ അതല്ലെങ്കിൽ മലബാർ ഗോൾഡിന്റെ ടീമിനെ പോലെയോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന നാട്ടിൽ കാണുന്ന മറ്റുള്ള മാളുകൾ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട് ബ്രാഞ്ചുകളുള്ള ബിസിനസ്സുകാരെ പോലെയൊന്നും ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പണം വരാൻ ഒരു വരുമാന മാർഗം മതി, ചെറുത് മതി. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു ജോലി ചെയ്യുന്ന മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. സ്ഥിരമായിട്ട് രാവിലെ എണീക്കുക, പണിക്ക് പോവുക, സ്ഥാപനത്തിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ചെറിയ സ്റ്റെപ്സുകൾ, ചെറിയ വരുമാനം മതി. ആ ചെറിയ വരുമാനത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രൊജക്ടുകൾ മതി. നിങ്ങൾ ചെറിയ സംഗതികൾ ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ ഒരുപാട് വരുമാനം വരുത്തിക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്താ വെച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം ജോലി ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ ടൈമിനാണ് കൂലി കിട്ടുന്നത്. നമ്മൾ എത്ര സമയം ജോലി ചെയ്യുന്നു, അവിടെ ടൈമാണ് കൊടുത്തത്. കൺട്രോൾഡ് ആണ് നമ്മുടെ ടൈം. നമ്മുടെ കഴിവിനല്ല കൂലി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കഴിവിനല്ല, നിങ്ങൾ അവിടെ എന്താ വെച്ചാൽ ടൈം കൊടുത്തു. നിങ്ങൾ ലോക്ക്ഡ് ആണ് നിങ്ങളുടെ ആ ഒരു ടൈമിന്. അപ്പൊ ഇത്ര ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം. നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടില്ല. കൂടുതൽ ചെയ്താൽ ചിലപ്പോൾ ആ ഓവർ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കിട്ടിയേക്കാം. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഫിക്സഡ് ആണ് നിങ്ങളുടെ വരുമാനം. അവിടെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ജോലി ഉണ്ട്, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, കുഴപ്പമില്ല, അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ എക്സ്പെൻസ്, ജോലിയാണ് കുഴപ്പമൊന്നുമില്ല, എന്തായിരിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളുടെ വരുമാനത്തിന്റെ മുകളിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം നിങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ സ്വന്തം വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. സാമ്പത്തിക സുരക്ഷിത ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് പ്രയാസം നിറഞ്ഞിട്ടുള്ള ചില സത്യങ്ങളായിരിക്കും. അപ്പൊ അതെന്താ വെച്ചാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവും. അപ്പൊ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിവില്ല, കഴിവില്ല, സംഗതികളില്ല, എനിക്ക് ബിസിനസ്, ചില ആൾക്കാർ ആ ഇമേജ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആവും. അതാണ് ഇപ്പൊ ഞാൻ ചേഞ്ച് ചെയ്തത്. എം ഐ ഹെൽപ്പിംഗ് യു? ചെറിയ ബിസിനസ്സുകളാണെങ്കിലും ചെയ്താൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ചെയ്യും. ആ ഒരു ഹോപ്പ് വരും. കാരണം ചില കാര്യങ്ങൾ ഞാൻ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരേണ്ടി വരും. അത് ഞാൻ ചേഞ്ച് ചെയ്ത് തരാം. ഐ ആം ഹെൽപ്പിംഗ്. പക്ഷേ അത് ചേഞ്ച് ചെയ്ത് വരുമ്പോഴും ചില ആൾക്കാർ ചിന്തിക്കും, എന്നാലും, എങ്കിലും എന്നെ കൊണ്ട് പറ്റുമോ എന്ന ചിന്ത. അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ആ ഏരിയയിലേക്ക് എനിക്ക് അധികം എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് ചെയ്യാനാണ് അത് ദിവസങ്ങളായി നിങ്ങളോട് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ബിസിനസ്, ചെറിയ ബിസിനസ് ആണെങ്കിൽ അത് എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് എല്ലാ ദിവസവും എഴുതുക. നിങ്ങളുടെ ഇമേജ് വരട്ടെ നിങ്ങളെക്കുറിച്ച്. പ്രാക്ടീസ് എവറി ഡേ. എഴുതുക. നിങ്ങളോട് പറയുക, എല്ലാ സമയത്തും പറയുക, എനിക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്, എന്നിലേക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, നല്ല കൂടുതൽ വരുമാനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, ഒന്നിലധികം സ്രോതസ്സിൽ നിന്ന് എനിക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്നു. ചിന്തിക്കുക. ചെറുത് മതിയുള്ളൂ, ചെറുത് മതി. നമ്മുടെയൊക്കെ പലരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെട്ട് നമ്മുടെ മാതാപിതാക്കള് ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്
ജോലി ചെയ്ത് കൂലിപ്പണിക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചെറിയ കടയിട്ട് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫാദർ എന്താ വെച്ചാൽ അങ്ങനെ കുടുംബത്തിൽ എന്താ വെച്ചാൽ എൻ്റെ ഫാദറിന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും പ്രോപ്പറായിട്ട് ഭക്ഷണം കിട്ടാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹം എന്താ വെച്ചാൽ ബിസിനസ്സിലേക്ക് പതിയെ ചിപ്സ് എന്ന് പറയുന്ന ബനാന ചിപ്സ് എന്ന് പറയുന്ന ചിപ്സ് ഉണ്ടാക്കുന്ന ബിസിനസിന്റെ സംഗതിയിലേക്ക് അദ്ദേഹം ഇറങ്ങുകയും അങ്ങനെ ചെറിയ ലെവലിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ടാണ് അദ്ദേഹം നിന്ന് കുടുംബത്തെ രക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് 9 മക്കളുണ്ട്. വലിയൊരു ഫാമിലിയിലാണ് ഞാൻ വരുന്നത്. സോ ആ ഫാമിലി അത്രയും കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു ഫാമിലി സിറ്റുവേഷനിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജത്തിൽ എങ്ങനെയാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഒരൊറ്റ കാര്യമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. എന്നാൽ വലിയ ബിസിനസ് ചെയ്തു അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ചെറിയ രീതിയിൽ ഒരു സ്വയം തൊഴിലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കുടിൽ വ്യവസായമായി സ്റ്റാർട്ട് ചെയ്ത് ചെറുതാണെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലൊരിക്കലും നമുക്ക് വലിയ ബിസിനസ് തന്നെ ചെയ്യണം എന്നുള്ള തിങ്കിങ് അല്ല വേണം. പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം, നല്ല പ്രോഡക്റ്റ് കൊടുക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫാദർ ഞങ്ങളൊക്കെ ആയിരുന്നു അതിൽ കുടിൽ വ്യവസായമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ജോലി ചെയ്യായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഫാദർ എപ്പോഴും അതിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറയും, ഞങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പം ഇങ്ങനെ ചിപ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമാണ്. അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും കുറച്ച്. പക്ഷെ അദ്ദേഹം വന്നിട്ടെന്ന് വെച്ചാൽ ഫാദർ വന്നിട്ടെന്ന് വെച്ചാൽ ഉപ്പ് വന്നിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പതിയെ ശ്രദ്ധിച്ചെടുക്കുള്ളൂ. കാരണം കസ്റ്റമറിന് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കണം, പൊടിയാൻ പാടില്ല. ഇതുപോലൊരു കെയറിങ് ഉണ്ടെങ്കിൽ, ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം. കസ്റ്റമർക്ക് നല്ലത് കൊടുക്കണം എന്നുള്ള ചിന്ത, നേരായ രീതിയിൽ പണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത, ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൽ നിന്ന് പണം ലഭിക്കണം എന്നുള്ള ചിന്ത, ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു വരുമാന മാർഗം ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആ ബ്ലോക്ക് അവിടെ ക്ലിയർ ചെയ്യാം. ചെറുതായിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു സേഫ്റ്റി പിന്ന് വിൽക്കുന്നതായിരിക്കാം, ചെറു പിക്കിൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും സംഗതികളായിരിക്കും, ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, ഡ്രസ്സ് സെല് ചെയ്യുന്നതായിരിക്കണം. വട്ട് എവർ ഇറ്റ് ഈസ്, യു ഡു ഇറ്റ് കൺസിസ്റ്റന്റ്ലി. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഹയർ എനർജി നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ബിസിനസ് പ്രോഗ്രാമുകളിലും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോഴിക്കോടൊക്കെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾ വന്നിട്ട് കൂടുതൽ അറിവുകൾ സമ്പാദിച്ച് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുകയും പ്രാക്ടീസിലൂടെ നിങ്ങൾ അനുഭവിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ആളാണ് എന്നുള്ളത് 250ഓളം ആൾക്കാർ നിങ്ങൾ അറിയും. 250 പേര് ഉറപ്പാ അറിയും നിങ്ങൾ ഇതിൻ്റെ ആളാണ്. കാരണം എന്താ പറയുക, ദർ ഇസ് സംതിങ് കോൾഡ് റൂൾ ഓഫ് 250. റൂൾ ഓഫ് 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ഒരു ആവറേജ് എണ്ണമാണ് 250. ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട് ഓൺലൈൻ ആയതുകൊണ്ട്. ഓൺലൈനിൽ പക്ഷേ പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറിയാൽ, ബിസിനസ്സിന് ഓൺലൈനിലേക്ക് മാറ്റുകയാണെങ്കിൽ, പ്രൊമോഷൻ ഓൺലൈനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 250 ആൾക്കാരിലേക്കല്ല 2.5 ലക്ഷം ആൾക്കാരിലേക്ക്, വേണമെങ്കിൽ 2 കോടി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും പെട്ടെന്ന്. അത് വേറെ കാര്യമാണ്, അത് നമ്മൾ ബിസിനസ് വേറെ പഠിക്കേണ്ട സംഗതി. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു ആവറേജ് മനുഷ്യൻ 250 ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആണ് അവന്റെ നിത്യജീവിതത്തിൽ. അവന്റെ മരണാനന്തര ചടങ്ങിൽ 250 ആൾക്കാരാണ് പൊതുവെ പങ്കെടുക്കുക. അവനെ നേരിട്ട് അറിയുന്ന ആൾക്കാരും അവനോട് കെയർ ചെയ്യുന്ന ആൾക്കാരും മാത്രമാണ് അവന്റെ മരണാനന്തര ചടങ്ങിൽ പൊതുവെ പങ്കെടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയുന്ന ആൾക്കാർ, അതായത് നാട്ടുകാർ, അറിയുന്ന കുറച്ച് ആൾക്കാർ, ബന്ധുക്കൾ, സംഗതികൾ. മനസ്സിലാവുന്നു? നോർമലി ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരള സാഹചര്യത്തിൽ, മലയാളികളുടെ ഇടയിലുള്ള സാഹചര്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അയാളുടെ വെഡിങ്ങിൽ അദ്ദേഹം നേരിട്ട് വിളിക്കുന്ന ആൾക്കാർ 250, കാരണം അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ആൾക്കാർ ഇവരാണ്. ഇത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു സംഗതിയാണ്. 250 ആൾക്കാർ. ഈ 250 ആൾക്കാരെ നമ്മൾ നോർമലി അറിയുന്നതാണ്. നിങ്ങളൊരു ബിസിനസ് കാലങ്ങളായിട്ട് കുറെ കാലം ചെയ്ത് കഴിഞ്ഞാൽ ഈ 250 ആൾക്കാരിലേക്ക് എന്തായാലും എത്തും. വേണ്ട ഏറ്റവും ചുരുങ്ങിയ 100 പേരിലേക്ക് എന്തായാലും അത് അറിയും. ആ 100 പേരിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടും. ആ ആൾക്കാരറിയും, നിങ്ങളുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരും. നിങ്ങൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ ബിലീഫ് ഒക്കെ ചേഞ്ച് ചെയ്യുക. ഐ വാണ്ട് യു ടു ചേഞ്ച് ഓൾ ദോസ് ബിലീഫ്സ്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരില്ല, നിങ്ങൾക്ക് ബിസിനസ് കിട്ടില്ല, നിങ്ങൾക്ക് വരുമാനം ലഭിക്കില്ല, നിങ്ങൾക്ക് സമ്പത്ത് വരില്ല, ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റണം. യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. യു വിൽ ഗെറ്റ് കസ്റ്റമേഴ്സ്, യു വിൽ ഗെറ്റ് മണി, യു വിൽ അട്രാക്ട് ദ റൈറ്റ് പീപ്പിൾ. റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരും, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരും. അത് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ
അപ്പൊ അതിനെന്ത് വെച്ചാൽ ചിന്തിക്കുക, എങ്ങനെയാണ് എനിക്കൊരു വരുമാന മാർഗത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ഫൈൻഡ് എ സൊല്യൂഷൻ. ആലോചിക്കുക എന്താണ് ചെയ്യാൻ പറ്റുക. അത് ചെറുതായിക്കോട്ടെ. നിങ്ങൾക്ക് ബിസിനസ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. ഗെറ്റ് ഇൻ ടു എ സൂപ്പർ മാർക്കറ്റ്, വാക്ക് ഇൻ ടു എ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടൊന്ന് കണ്ടു നോക്കുക. അതെല്ലാം ഇതേപോലെ ഓരോരുത്തർ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കാം ചിലപ്പോൾ. അതല്ലെങ്കിൽ അത് വീട്ടിലിരുന്ന് ഉണ്ടാക്കി തുടങ്ങിയിട്ട് പിന്നെ ഫാക്ടറിയിലേക്ക് മാറ്റി, യൂണിറ്റിലേക്ക് മാറ്റി, ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റി, പിന്നെ വലിയ ഫാക്ടറിയിലേക്ക് മാറ്റി, വലിയ ഷെഡിലേക്ക് മാറ്റി, 3-4 വലിയ സംഗതികളിലേക്ക് മാറ്റി, കോർപ്പറേറ്റ് കമ്പനി ആയിട്ട് മാറിയിട്ട് എത്രയോ ആൾക്കാരുടെ കഥകളാണ് നിങ്ങളെ കാണുന്നത്. എവ്രിബഡി വാസ് സ്ട്രഗ്ലിംഗ്. അതിന് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എവ്രി വൺ വാസ് ഇൻ ദ ബിഗിനിങ്, എവ്രി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. എല്ലാ മാസ്റ്റേഴ്സും ഒരു സമയത്ത് ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു, ദുരന്തങ്ങളായിരുന്നു, പരാജയങ്ങളായിരുന്നു, പ്രയാസപ്പെട്ടിരുന്നു, കഷ്ടപ്പെട്ടിരുന്നു. ബട്ട് അവര് പിന്നെ മാസ്റ്ററായി. എങ്ങനെയാണ്? കാലങ്ങളായിട്ട് ഇത് ചെയ്ത് അതിലെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പഠിച്ച് ആ ഒരു ജേണി കടന്നു പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം, നമുക്കുണ്ടാവണം. അത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയണം. അത് നിങ്ങളോട് പറഞ്ഞേ പറ്റും. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജനിച്ചിട്ട് ഇത്രയും കാലം ഇവിടെ ജീവിച്ച് ഇവിടെ വരെ എത്തിയത് എളുപ്പമുണ്ടോ നിങ്ങൾക്ക്? ഡു യു തിങ്ക് ഇറ്റ്സ് ഈസി? എളുപ്പത്തിൽ വെറുതെ ഇങ്ങോട്ട് വന്നതാണോ നിങ്ങൾ? സുഖത്തിൽ വന്നതാണോ നിങ്ങൾ? അല്ല. ദിസ് ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ഹാർഡ്. ഈ ജീവിതത്തിൽ എന്ന് വെച്ചാൽ യാത്ര പ്രയാസകരമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടുകളാണ്, സംഗതികളാണ്. അത് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, എങ്കിലും കടന്നു പോന്നിട്ടുണ്ട്. പ്രയാസം എന്ന് പറയുന്നത് ഈ ലൈഫ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ സ്ട്രഗിൾ എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ കണ്ടു, നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്തു, നമ്മൾ അതിലൂടെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. റൈറ്റ്? ഇതിനർത്ഥം ലൈഫ് ഇനിയും പ്രയാസമാവും, ബുദ്ധിമുട്ടാവും എന്നുള്ളതല്ല. ലൈഫ് ന്യൂട്രൽ ആണ്. അത് നമുക്ക് പ്രയാസമാണ് എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എടുക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വന്നു, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അതിനെ നമ്മൾ എടുത്ത രീതി എങ്ങനെയാണ്? അതിന് ചലഞ്ചസ് വന്നു, അതിനെ എടുത്ത രീതി, എന്നിട്ട് അതിനെ മറികടന്ന് ഇവിടെ എത്തിയില്ലേ? നടക്കാൻ അറിയുമായിരുന്നോ നിങ്ങൾക്ക്? ജനിച്ചു വീണപ്പോൾ തന്നെ ബായ് മമ്മി എന്നും പറഞ്ഞിട്ട് നടന്നു പോയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. അവിടെ കിടക്കില്ലായിരുന്നോ ഒരു കൊല്ലം? ആ കിടക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ലേ? പെയിൻ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മുട്ടുകുത്തിയില്ലേ? എഴഞ്ഞില്ലേ? സംഗതികൾ ചെയ്തില്ലേ? നിങ്ങൾ അവിടെ കിടന്ന് നോക്കുന്ന സമയത്ത് വലിയ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവരെ പോലെ നടക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ നിങ്ങൾക്ക്, പക്ഷേ യു വേർ ഇൻ പേഷ്യൻസ്. മനുഷ്യൻ അങ്ങനെയാണ്. ഈ പേഷ്യൻസ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും കാണിക്കും. ദാറ്റ്സ് ഓൾ. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന. ഇനി അതിന് മുൻപുള്ള അവസ്ഥ പറയണോ? അതിന് മുൻപുള്ള അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ബീജത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ബീജം മത്സരിച്ചിട്ട് മാതാവിന്റെ അണ്ടത്തിലേക്ക് മത്സരിച്ചിട്ട് അതിലെ മനസ്സിലാവുന്നുണ്ടോ? അതിലെ ഒരു ബീജമാണ് ആ ഫൈറ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ അണ്ടത്തിൽ പിടിച്ചു പറ്റിയത്. ആ പിടിച്ചു പറ്റി അവിടെ വിജയിച്ചിട്ടുള്ള ബീജമാണ് നിങ്ങൾ. ആ ബീജത്തുള്ളിയാണ് നിങ്ങൾ. So you're already fighting. You're already a successful person. You're already a struggler. You're already consistent. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നമുക്കത് ചെയ്യാൻ പറ്റും. So never believe that you cannot do this. You cannot succeed. You are a failure എന്നുള്ള ഫീലിംഗ് വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ നെവർ എവർ ബിലീവ് ഇറ്റ്. വിശ്വസിക്കണം. നമ്മളിൽ വിശ്വസിക്കണം. എനിക്കിതിന് പറ്റും. ഐ ക്യാൻ ഡു ദിസ്. ചെറുതാണെങ്കിലും പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യന് ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വലുതൊന്നും ചെയ്യണമെന്നില്ല, ചെറുതെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? ചെറുതെങ്കിലും ചില കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? യെസ്, വി ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ ബിലീഫ് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, അതിന് കുറെ സ്ട്രഗിൾ ആണ്, ബുദ്ധിമുട്ടാണ്, അത് നമ്മുടെ നടക്കില്ല. നോ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ഇമേജ്. ഇവിടെ ആർക്കും എന്ത് ജോലിയും ചെയ്യാൻ കഴിയും. പ്രാക്ടീസ് ചെയ്യണം, പണിയെടുക്കണം, വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ രീതിയിൽ പ്രാക്ടീസ്. ഞാൻ വലുതൊന്നും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളുടെ ലൈഫ് ഒന്ന് രക്ഷപ്പെടാൻ, ആ വീടൊന്ന് രക്ഷപ്പെടാൻ, ആ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ, ആ ഫാമിലി ഒന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. ഇനി അതൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ലൈഫ് പാർട്ണർ ഇതൊക്കെ ചെയ്യേണ്ടി വെറുതെ പോയിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് തലയിലും വെക്കണ്ട കേട്ടോ. നിങ്ങളുടെ ജീവിത പങ്കാളി വൃത്തിക്ക് ഇത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിപ്പോ സമാധാനത്തിൽ പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ക്ലാസ് ഒക്കെ കേട്ടാണ് ഇനി പണം ഉണ്ടാക്കണം വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കും വേണ്ട. ഓക്കെ, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് സപ്പോർട്ട് കൊടുത്താൽ മതി. അതിന് വേറെ ക്ലാസ് ഉണ്ട്. ജീവിത പങ്കാളിക്ക് സപ്പോർട്ട് കൊടുക്കുക. ജീവിത പങ്കാളി ഉഷാറായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനൊന്നും മാറ്റൊന്നും അറിയില്ല, അപ്പൊ ഇനി ഞാനും ചെയ്യണം, ഇറങ്ങിത്തിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്ന പാർട്ണർ ആയാലും മതി. അറ്റ്ലീസ്റ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ്, ആ ആഗ്രഹം, ആ മൈൻഡ് സംഗതികൾ കൊടുക്കുക. എന്ത് തന്നെ കൊടുത്താലും സമാധാനം കളയരുത്. അത് ഞാൻ ആദ്യം പറയാണ്.
എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് പോകേണ്ടത്. എന്റെ ക്ലാസ്സിന് നല്ല പവർ ഉണ്ടെന്ന് എനിക്കറിയാം, ഭയങ്കര ഇമ്പാക്ട് ആണെന്ന് അറിയാം. ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ഇമ്പാക്ട് ആണ്. ചിലപ്പോൾ ഇപ്പൊ തന്നെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. ഇപ്പൊ തന്നെ പോയിട്ട് എന്താ വെച്ചാൽ ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കയറാൻ, അവിടെ തുറക്കുന്നതിന് മുൻപ് തന്നെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒന്ന് കയറിയിട്ട് അതൊന്ന് കാണാൻ തോന്നും. അപ്പം ആ ആരംഭ ശൂരത്തല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? പതിയെ പതിയെ ഇതൊക്കെ ചെയ്യണം. സാവധാനം ഞാൻ ചെയ്യും, റെഡി ആയിട്ട് വരും. അപ്പൊ ആ ബിലീഫ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങളുടെ മൈൻഡിൽ എന്താ വെച്ചാൽ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ റെഡി ആയിട്ട് വരിക. നമുക്ക് അതിന് സോ ഐ ക്യാൻ ഡു ഇറ്റ്, നമ്മൾ പറയാം ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ ബിസിനസിന്റെ ആവണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഇത് മാറ്റി വെച്ച് സംഗതികൾ ചെയ്യും. അപ്പൊ ഇതുപോലെ എന്ത് ബിലീഫാണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളത്? അതാണ് ബിലീഫിനെ കുറിച്ച്. അടുത്തത് സെൽഫ് ഇമേജ് പറഞ്ഞു, ബിലീഫുകൾ എന്താണ്? അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ചില സംഗതികൾ, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അത് എഴുതി വെക്കുന്നിടത്താണെന്ന് വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് നോട്ട് ചെയ്ത് വെക്കാം. നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ട്. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ചിന്തിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് നീട്ടിവെക്കുന്ന സ്വഭാവമൊക്കെ വരുന്നത്. നീട്ടിവെക്കുന്ന സ്വഭാവത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് വരുമ്പോഴാണ് നീട്ടിവെക്കുന്നത്. സ്ട്രെസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. വർക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? നമ്മുടെ സംഗതികൾ എന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് പകരം എപ്പോഴും ചിന്തിക്കുക, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം. അത് കുറച്ചേ ഉള്ളൂ. യെസ്, അത് കുറച്ചല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ പോകണം, 4 കസ്റ്റമേഴ്സിനെ വിളിക്കണം, അല്ലെങ്കിൽ 20 കസ്റ്റമേഴ്സിനെ വിളിക്കണം, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ അയക്കണം. അത് കുറച്ചേ ഉള്ളൂ. അതൊരുപാടില്ല, അതൊരുപാട് ഉണ്ടാക്കണ്ട, ചിന്തിച്ചു കൂട്ടണം. അതിനെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക. അത് ചിലപ്പോൾ 20 ടാസ്ക്, അല്ലെങ്കിൽ 10 ടാസ്ക്, അല്ലെങ്കിൽ 15 ടാസ്ക്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യും. ആ കാര്യങ്ങൾ ചെയ്യും. അത് കസ്റ്റമേഴ്സിനെ വിളിക്കലാവാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യലാവാം, അതല്ലെങ്കിൽ ആ പ്രിപ്പയർ ചെയ്യലായിരിക്കാം, അത് റിസർച്ച് ചെയ്യലായിരിക്കും. അതെന്ത് വെച്ചാൽ അതെന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഇറങ്ങിത്തിരിക്കും. അപ്പൊ ഓവർവെൽമിങ് ആവില്ല, സ്ട്രെസ് ആവില്ല. സ്ട്രെസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ സാധനം ട്രിഗർ ചെയ്യും. സ്ട്രെസ് വരുമ്പോൾ ഒളിച്ചോട്ടം വരും, മറ്റു പലതിലേക്കും പോകാൻ തോന്നും. സോ അതിനെ അങ്ങനെ മാനേജ് ചെയ്തു. ഓക്കെ. അപ്പൊ എന്നിട്ട് എന്താ വെച്ചാൽ ആ സെൽഫ് ഇമേജ് ഒക്കെ ചേഞ്ച് ചെയ്യുക, വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഇമേജിലേക്ക് വരട്ടെ. സോ വെൽത്ത് ക്രിയേഷൻ സീരീസിലെ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, വട്ട് ഈസ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടാവുക. അടുത്ത് പറയാനുള്ളത് തോട്ട്സ് അബൌട്ട് വെൽത്ത് അട്രാക്റ്റിംഗ് വെൽത്ത്. സമ്പത്ത് നമുക്ക് ഉണ്ടാക്കണോ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വേണം. ഇന്നിപ്പോ കുറച്ച് മുൻപായിട്ട് ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്താ നിൽക്കുന്നത്? നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നത് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിലേക്ക് ആ അവയർനെസ് വന്നു കഴിഞ്ഞു. ഈ അവയർനെസ് എന്ത് ചെയ്യണം? നിലനിർത്തണം. ക്ലിയർ ആണോ? ഈ അവയർനെസ് നിലനിർത്തണം. ഇത് അബണ്ടൻസ് ചിന്തകൾ, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകളാണ് സമ്പത്ത് നമ്മളിലേക്ക് വരുത്തുന്നത്. ആ അവയർനെസ് ഉണ്ടാകണം. തോട്ട് അബൌട്ട് അട്രാക്ട് വിൽ മോർ വെൽത്ത് ഇൻ യുവർ ലൈഫ്. തോട്ട് അബൌട്ട് വെൽത്ത്, ചിന്തകൾ എന്നാൽ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ വേണം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, സമ്പത്ത് വേണമെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായേ പറ്റും. ആ ലെവലുള്ള ചിന്തകളിലേക്ക് വരട്ടെ. ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിൽ എന്ന് വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ കുറച്ച് ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യും. ആ ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യും. മനസ്സിൽ കൊടുത്തുകൊണ്ട് എന്താ മനസ്സിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിൽ എന്താ പറയുക, ആ ചിന്തകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ചിന്തിക്കണം. പണം നിങ്ങളിലേക്ക് വരുന്നത്, പണം നിങ്ങളിലേക്ക് സമ്പാദിക്കുന്നത്, സമ്പത്ത്, നല്ല സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നു, നല്ല സമ്പത്ത്, നല്ല നല്ല ശരിയായ സമ്പത്ത്, ആരെയും പറ്റിച്ചിട്ടല്ലാത്ത നല്ല സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യും. എങ്ങനെയെങ്കിലും പണം വന്നാൽ മതി എന്നുള്ള ചിന്തഗതിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പണം വരും. അൺഹെൽത്തി ആയിട്ട് പണം വരും. ആ പണം നിലനിൽക്കില്ല, നശിക്കും. അത് നിങ്ങളെ നശിപ്പിക്കും. അതിനൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജി നിങ്ങളെ നശിപ്പിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നേരായ മാർഗത്തിൽ, നേരായ രീതിയിൽ, ശരിയായ രീതിയിൽ പണം എന്നിലേക്ക് വരണം. അധർമ്മത്തിന്റെ പണം വരരുത്, ധർമ്മത്തിന്റെ പണം. അതായത് ധർമ്മത്തിന്റെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൻ വിൻ പണം. അതായത് നിങ്ങൾ ഒരു സേവനം കൊടുത്ത് മറ്റൊരാൾക്ക് അതിൽ അയാൾ ഹാപ്പിയാണ്, അയാൾ സാറ്റിസ്ഫൈഡ് ആണ്. ആ പണമാണ് ധർമ്മത്തിന്റെ പണം. അതല്ലാത്ത പണം അധർമ്മത്തിന്റെ പണം.
അപ്പൊ നിങ്ങൾ ഒരു സേവനം കൊടുക്കുക, അതിൽ മറ്റൊരാൾ, ഓപ്പോസിറ്റുള്ള ആൾ ഹാപ്പി ആവണം. ഓപ്പോസിറ്റുള്ള ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പണം, ആ പണം നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ച്, ഒരുപാട് പണം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. മനസ്സിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് മനസ്സിൽ കാണും. നമ്മുടെ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, വെൽത്ത് ക്രിയേഷൻ മെഡിറ്റേഷൻ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ഉണ്ടോ? അറ്റൻഡ് ചെയ്യാറുണ്ട്. ആ വെൽത്ത് ക്രിയേഷൻ മെഡിറ്റേഷനിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ മെഡിറ്റേഷനൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം, നിങ്ങൾ ഒരുപാട് പണം കൗണ്ട് ചെയ്യുന്നത്, എണ്ണുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം വരുന്നത്, നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് അത് വലിയ ബിസിനസ്സുകൾ, മറ്റുള്ള ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മനസ്സിൽ കാണുക. ആ ചിന്തകൾ കൊടുക്കുക. പണത്തെക്കുറിച്ച് സംസാരിക്കുക. സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നതിന് പകരം, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് പകരം, ഇറാഖിൽ എന്ത് സംഭവിച്ചു, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, ട്രംപിന് വെടിയേറ്റോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു, ഇതൊക്കെ സംസാരിക്കുന്നതിന് പകരം, പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം പണത്തെക്കുറിച്ച് സംസാരിക്കും. ബിസിനസ്സുകളെ കുറിച്ച് സംസാരിക്കാം. ബിസിനസ് അവസരങ്ങളെ കുറിച്ച് സംസാരിക്കാം. പണം വരുന്ന വഴികളെ കുറിച്ച് സംസാരിക്കാം. സംസാരം ചേഞ്ച് ചെയ്യാം, ചിന്തകൾ ചേഞ്ച് ചെയ്യും. പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ചിന്തിക്കും. അപ്പോൾ പണം വരാനുള്ള ആ അവയർനെസ് വരും. ആ അവയർനെസ് വരുമ്പോൾ നിങ്ങളിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ എനർജി നിങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അതായത് ആ എനർജി ഫ്രീക്വൻസി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് പണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ, സംഗതികളൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് കൊടുത്തു. വഴികൾ നിങ്ങളിലേക്ക് വരും. അതെങ്ങനെ ചോദിക്കണ്ട, അതൊരു വ്യക്തിയുടെ രൂപത്തിൽ വരാം, ഒരു വസ്തുവിന്റെ രൂപത്തിൽ വരാം, ഒരു സ്ഥലത്തിന്റെ രൂപത്തിൽ വരാം, ഒരു ബിസിനസ് ആശയത്തിന്റെ രൂപത്തിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് വിൽ കം ടു. ആ വരുന്ന സമയത്ത് അതിൽ ട്രസ്റ്റ് ചെയ്യുക. ആ ഐഡിയ തോന്നുമ്പോൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക, അതിൽ പ്ലാൻ ചെയ്യുക, വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ഐഡിയ വരും, അടുത്ത പ്ലാൻ വരും, അടുത്ത സംഗതികൾ വരും, അടുത്ത വഴി വരും. പതിയെ പതിയെ അത് വ്യക്തികളുടെ രൂപത്തിൽ, ആശയങ്ങളുടെ രൂപത്തിൽ, സംഗതികളുടെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫീലിങ്സ് വരും. നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. ഇപ്പൊ എന്നെ ഇന്നലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ 2 ദിവസം മുൻപ് എന്നെ ഒരാളെന്നെ വിളിച്ചു. അയാളെന്നെ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോ കണ്ടു. അയാൾ പെട്ടെന്നൊരു മിസ് കോൾ അടിച്ചു എൻ്റെ നമ്പറിലേക്ക്. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് കോൾ ചെയ്യുന്നത്. ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാൻ നോക്കിയപ്പം ഞാൻ അറിയാതെ അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് തിരിച്ചു വിളിച്ചു, ആരാ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ വിളിച്ചപ്പോൾ അവർ സംസാരിച്ചു. അവരിങ്ങനെ വലിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഇനി കഴിവുകളൊക്കെ, സംഗതികളൊക്കെ ഉണ്ട്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, എനിക്ക് അതിൽ നിങ്ങൾക്കും വിൻ വിൻ സിറ്റുവേഷൻ, ബെനിഫിറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, ബിസിനസ് പ്രൊപ്പോസലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയിട്ട് അദ്ദേഹം പറഞ്ഞു കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയിട്ട് കണ്ടു. അപ്പൊ കണ്ട് സംസാരിച്ചപ്പോ എന്താ സംഭവിച്ചു വെച്ചാല്, അവരുടെ ലൈഫിൽ ശരിക്കും അതൊരു ബിസിനസ് കൊളാബറേഷനിലേക്ക് പോകാനായിട്ടില്ല. കാരണം അതിനു മുൻപ് അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അവരത് ഫിക്സ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് കാണാൻ തോന്നിയില്ലേ, സംസാരിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൾ ചെയ്യാൻ തോന്നിയില്ലേ? എന്നിട്ട് അവസാനം അയാളുടെ ലൈഫിലേക്ക് ഞാനൊരു ഐഡിയ ആയിട്ടും കുറച്ച് ആശയങ്ങളായിട്ടും സൊല്യൂഷൻസുമായിട്ട് ചെന്നില്ലേ? ഇതാണ് നമ്മൾ ഒരു വഴിയെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തേടിക്കൊണ്ടിരുന്നതിനെ സംഭവിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല. ഇതുപോലെ ഓൾറെഡി നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹവും സംഗതികളും കാര്യങ്ങളും അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു നീഡായിട്ടുള്ളത് കൊണ്ടായി ക്ലാസ്സിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ല. അവയർനെസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? എത്ര പേര് അംഗീകരിക്കുന്നു? കമന്റ് ഡൗൺ. അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ജസ്റ്റ് കമന്റ് ഡൗൺ യെസ് എന്ന് കമന്റ് ചെയ്യുന്നു. അതായത് ഓൾറെഡി നിങ്ങൾ അങ്ങനെ ഒരു അവയർനെസ്സും ആവശ്യവും ആഗ്രഹവും ഉള്ളത് കൊണ്ട് ക്ലാസ്സിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കില്ലല്ലോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമില്ല. സോ നിങ്ങൾക്ക് അത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വഴി വന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് അയച്ചു തരുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേട്ടിട്ട് യൂണിവേഴ്സ് അയച്ചു തരുന്ന കാര്യങ്ങളായിട്ട് ഇതിനെ കാണണം. ഇതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസിനെ എടുത്തിട്ട് ട്രസ്റ്റ് ചെയ്യുക. ആ ട്രസ്റ്റ് ചെയ്തിട്ട് അതിലൊരു പദ്ധതി ഉണ്ടാക്കി, പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്ത് വെച്ചിട്ട് ഈ ഐഡിയയിൽ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടും.
അപ്പൊ അതിലേക്ക് ഇറങ്ങി തിരിക്കുക. അപ്പൊ വഴിയില്ല എന്ന് പറയണ്ട, വെറുതെ ചുമ്മാ ഇരിക്കരുത്. അത് യൂണിവേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ, ഒരു ക്ലാസിന്റെ രൂപത്തിൽ, ആശയങ്ങളുടെ രൂപത്തിൽ ഞാൻ മുൻപിലേക്ക് ഇട്ട് തന്നിട്ട്, യൂണിവേഴ്സ് ഒരുപാട് സംഗതികൾ തന്നിട്ട് അതിൽ ട്രസ്റ്റ് ചെയ്യാതെ, അതിൽ പണിയെടുക്കാതിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ എനർജി, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള എനർജി പുറത്തേക്ക് പോയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അറിവുകൾ കൊണ്ട് മുൻപിലിട്ട് തന്നു. ഇനി നിങ്ങൾ അതിൽ പണിയെടുക്കില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ഒന്നും നടക്കുന്നില്ല, എന്റെ നടക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, പണിയെടുക്കുന്നില്ല. അപ്പൊ എന്താണ്? നന്ദിയില്ലായ്മയാണ്. എന്ത്? നന്ദിയില്ലായ്മയാണ് അത്. യൂണിവേഴ്സ് തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവ്, പടച്ച തമ്പുരാൻ, ദൈവം, വട്ടവർ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, കർത്താവ് നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് തന്നിട്ട് യു ആർ നോട്ട് അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക? അത് സ്വീകരിക്കുന്നില്ല. എങ്ങനെയാണ് സ്വീകരിക്കല്? ആ സ്വീകരിക്കലെന്ന് വെച്ചാൽ യു ഹാവ് ടു ആ ഐഡിയയിൽ വർക്ക് ചെയ്യണം, അതിൽ പ്ലാൻ ചെയ്യണം, അതിൽ ചിന്തിക്കണം, കാര്യങ്ങൾ ആലോചിക്കണം. ഈ ബിസിനസ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ബിസിനസ് നടത്താനുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പ്രോഗ്രാമിലേക്ക് എന്തായാലും നിങ്ങൾക്ക് വരും. കാരണം അങ്ങനെ ഒരു അവയർനെസ്, അങ്ങനെ ഒരു അറിവ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുൻപിലേക്ക് വന്നു. യു ടേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രാബ് ഇറ്റ്. ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ടാണോ ഞാൻ ഇവിടെ എത്തിയത്? അവസരങ്ങൾ മുൻപിലേക്ക് വരുന്ന സമയത്ത് ട്രസ്റ്റ് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അത് ഗ്രാബ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്താ വെച്ചാൽ ഇവിടേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ എന്താ വെച്ചാൽ നമ്മൾ എത്തുന്നതിലാണ് കാര്യം. ആ ഒരു ലെവലിലേക്ക് എന്താ വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ എത്തണം. അതാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത്തരത്തിലുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ് പ്രോഗ്രാമുകളും ഒരുപാട് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കഷ്ടപ്പാട് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു 3-4 അല്ലെങ്കിൽ പ്രത്യേകിച്ച് 3-4 കൊല്ലം. നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ജേണി തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ഷാഫി? അടുത്തൊരു 7 വർഷം ഞാൻ പഠിച്ച സംഗതി ഉണ്ടായിരുന്നു. 7 വർഷം എന്ന് പറയുന്ന ഒരു സംഗതി, ലോ ഓഫ് 7 years. 7 വർഷം ഒരാൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് 7 വർഷം അയാൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, സംഗതികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ അറിവിന്റെ ലോകത്തേക്ക് കടന്നിട്ട് ബിസിനസിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളുമായി ഒരു മേഖല തെരഞ്ഞെടുത്ത് അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7 വർഷം എടുക്കും. കാരണം എന്താ വെച്ചാൽ 10,000 hours ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അവയർനെസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ, 10,000 മണിക്കൂർ നിങ്ങളുടെ അവയർനെസ്സിൽ നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, സമ്പത്തുണ്ടാക്കുന്നതിനെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, സംഗതികളെ കുറിച്ച്, അതിന്റെ സംഗതികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു, എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ അത് സംഭവിക്കും. 10,000 മണിക്കൂർ പൂർത്തിയാക്കാനുള്ള പ്രശ്നം. ഈ 10,000 മണിക്കൂർ സാധാരണക്കാരന്റെ ജീവിതത്തിൽ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ 7 years എടുക്കും. കാരണം വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഈ ലക്ഷ്യം മാത്രം നോക്കിയാൽ മതിയോ? വീടുണ്ട്, മക്കളുടെ സംഗതികൾ, കാര്യങ്ങളുണ്ട്, പല പ്രയോറിറ്റീസ് ഉണ്ട്. ഇതിനിടയിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ 7 years എടുക്കും നോർമലി. അപ്പൊ 7 years എടുക്കുന്നതുകൊണ്ടെന്ന് വെച്ചാൽ അവന്റെ അപ്പോഴെന്താ സംഭവിച്ചാൽ അവന്റെ ലേണിംഗ് കർവ് പൂർത്തിയാകും. അതായത് അവന്റെ അവയർനെസ്, സെൻസ് ഓഫ് അക്യൂറ്റി എന്ന് പറയുന്ന, സെൻസറി അക്യൂറ്റി എന്ന് പറയും. അതായത് സെൻസറി അക്യൂറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ലേണിംഗ്, നമ്മളുടെ അവയർനെസ് പൂർത്തിയാകുന്ന അവസ്ഥയാണ്. ആ അവയർനെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ ആ മേഖലയിൽ അഗ്രഗണ്യനായി മാറി തുടങ്ങും. പിന്നെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? ചില ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 7 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കോളൂ. ഡ്രസ്സ് വാങ്ങിയിട്ട്, ചില പ്രത്യേക ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങൾ വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ചില ഡ്രസ്സിന്റെ ക്ലോത്തിന്റെ മെറ്റീരിയൽ നിങ്ങൾ തൊട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് കേസ്. സെൻസറി അക്യൂറ്റി, സെൻസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. ആ ലെവൽ അറിവായി, നോളജായി, കാര്യങ്ങൾ ആ ലെവലിൽ അവയർനെസ് കയറി കഴിഞ്ഞു, ഇൻക്രീസ് ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അഗ്രഗണ്യനായി അറിയപ്പെടും. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം ആ സാധനം അത് വേണ്ട, ഇത് വേണ്ട. നിങ്ങൾക്ക് ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് സെൻസ് ചെയ്തിട്ട്, ഫീൽ ചെയ്തിട്ട്. കാണുന്നത് എന്താണ്? സെൻസാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥ. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ടൈപ്പ് ആളെന്താണ്, സംഗതികൾ എന്താണ്, ഈ പ്രശ്നങ്ങൾ എന്താണ്. കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലാതെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ ഉപയോഗിച്ച് അനുഭവിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പലതും. അല്ലെങ്കിൽ പൊളിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് ഇന്നതാണ്. അപ്പൊ അതായത് ഓരോ ആ ബിസിനസ്, ആ മേഖലയിലെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും അറിയാം, അതിലെ എല്ലാ പോരായ്മകളും അറിയാം, അതിലെ മുക്കും മൂലയും എല്ലാം അറിയാം. ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദാറ്റ് ഡൊമൈൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഒരു എക്സ്പെർട്ട് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഒരു ജീനിയസ് ആയിട്ട് മാറും. 10,000
അവേഴ്സ് ഫോക്കസ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂൾ ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം, റൂൾ ഓഫ് 7 years, ഈ റൂൾ ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എന്ത് വെച്ചാൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ പോകണം. ഇത് സാധാരണക്കാരൻ കിട്ടൂല. എന്ത് റൂൾ ഓഫ് 7 years? അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഷാഫി 7 years കഷ്ടപ്പെടാൻ തയ്യാറാവും, പണിയെടുക്കാൻ തയ്യാറാവും, നിന്നിലേക്ക് വെൽത്ത് വരും, നീ ഫിനാൻഷ്യലി ഫ്രീ ആകും, നീ രക്ഷപ്പെടും, നിന്റെ കരിയറിൽ ബ്രേക്ക് ഉണ്ടാകും, ഉഷാറാകും, കാര്യങ്ങളും. അവരുടെ ഡയലോഗാ. കാരണം പലപ്പോഴും ആദ്യത്തെ വർഷങ്ങളിൽ ഡൗൺ ആയിരുന്നു. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പലതവണ ബിസിനസ്സുകൾ പൂട്ടി, സംഗതികൾ കിട്ടി. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് 7 years അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോയെന്ന് അറിയൂ? ഈ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം മോട്ടിവേറ്റഡ് ആവൂല. നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട്, പേയ്മെന്റ് കൊടുത്തിട്ട് അടക്കം കോഴ്സുകളിലേക്ക് പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഈ അവയർനെസ് നിലനിർത്തി ഡൗൺ ആകുമ്പോൾ വീണ്ടും പോകും, ട്രാക്ക് തെറ്റുമ്പോൾ വീണ്ടും പോകും, പിന്നെയും പോയി ഇത് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ അവയർനെസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ ഐഡിയ പല ഐഡിയ ചെയ്തിട്ടും വർക്ക് ചെയ്തില്ല. ആ അവയർനെസ് കൂടി 3.5 വർഷമായപ്പോഴേക്കും വെച്ചാൽ നല്ല അവയർനെസ് ആയി, സെറ്റായി, സ്ട്രോങ് ആയി, കിടക്കുന്ന നല്ലൊരു വീഡിയോ ഞാൻ ഇടുന്നു. ആ വീഡിയോ വൈറലാവുന്നു. 3.5 വർഷത്തിനുള്ളിൽ ഞാൻ വെച്ചാൽ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 7ഓളം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക. അതുവരെ ആരും എന്റെ ക്ലാസ്സിന് വിളിക്കാനില്ല, ഒന്നുമില്ല, കാര്യങ്ങളില്ല. ദർ ഇസ് എ പീരീഡ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേജ് ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു വലിയൊരു മതിൽ നിങ്ങളുടെ മുൻപിലുണ്ട്. ആ മതിൽ പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ അവസരങ്ങൾ വരും. പിന്നെ അവസരങ്ങൾ കൊണ്ട് നിങ്ങൾ കുടുങ്ങും. ആ ഒരു മതിൽ പൊളിയണം. അത് പൊളിക്കണം എന്നിട്ട് ഇടിച്ചുകൊണ്ടേയിരിക്കണം. ഇടിക്കുക. ഒരു ഇടി അടിച്ചാൽ മതിയാവില്ല, 2 ഇടി അടിച്ചാൽ മതിയല്ല, 3 ഇടി അടിച്ചാൽ മതിയല്ല, വീണ്ടും ഇടിച്ചുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ 50ാമത്തെ ഇടിയിലായിരിക്കും, അല്ലെങ്കിൽ 500ാമത്തെ ഇടിയിലായിരിക്കും പൊട്ടുന്നുണ്ടാവുക. പക്ഷെ 499ാമത്തെ ഇടി ഇടിച്ചിട്ട് നടക്കൂല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോരുത്. പൊളിച്ചേ പറ്റൂ, പൊളിക്കും. ഒരു ദിവസം ഞാൻ പൊളിച്ചിരിക്കും എന്ന ഫീലിംഗ് ഉണ്ടാവണം. മനസ്സിലാവുണ്ടോ? അതാണ് കൺവിക്ഷൻ. അതല്ലാതെ പിന്തിരിയാൻ പാടില്ല. പൊളിച്ചേ പറ്റൂ. അത് ഞാൻ പൊളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ലൈഫ്, എന്റെ ഫാമിലിന്റെ ലൈഫ് ഞാൻ റെഡിയാക്കിയിടും. യു ഹാവ് ദാറ്റ് കൺവിക്ഷൻ. അതിന് എത്ര വർഷം എടുത്താലും വേണ്ടില്ല. അതിനു വേണ്ടിയിട്ട് മഴ കൊള്ളാനും, വെയിൽ കൊള്ളാനും, യാത്ര ചെയ്യാനും, പട്ടിണി കിടക്കാനും, ബുദ്ധിമുട്ടാനും, പ്രയാസപ്പെടാനും ഞാൻ റെഡിയാണ്. അതിന് എന്നെ പരിഹസിക്കപ്പെടട്ടെ, സോഷ്യൽ മീഡിയയിൽ എന്നെ ജഡ്ജ് ചെയ്യപ്പെടാൻ, അതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാം, കമന്റ് ചെയ്യാം, പോയിട്ട് പഠിക്കാം, ബിസിനസ് പഠിക്കാം, പ്ലാൻ ചെയ്യാം, എഴുതാം. ഐ എം റെഡി ടു ഡു എനിത്തിങ് എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരെ വിജയമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതല്ലാതെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതെല്ലാം എഫേർട്ട് എന്ന് പറയുന്നത് അതാണ് ട്രസ്റ്റ്. അതാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത്. യൂണിവേഴ്സിന്റെ അടുത്ത് കൂടുതൽ കിട്ടാൻ, കൂടുതൽ ലഭിക്കാൻ യു ഹാവ് ടു പുട്ട് എഫേർട്ട്. പറയണം, കാണിച്ചു കൊടുക്കണം. എന്ത്? ഐ ഡിസേർവ് ദിസ്, ഗിവ് മീ വാട്ട് ഐ വാണ്ട്, ഐ ഡിസേർവ് ദിസ് ബിക്കോസ് ഐ ആം വർക്കിംഗ് സോ ഹാർഡ് ഹിയർ. ഞാൻ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? അപ്പൊ കാണും, അപ്പൊ വരും. അതാണ് ട്രസ്റ്റ്. എത്ര നഷ്ടപ്പെട്ടാലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ആ കഷ്ടപ്പെടാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവാം. ഗോ ത്രൂ ദാറ്റ് ജേർണി ആൻഡ് യു വിൽ ഗെറ്റ് യുവർ സക്സസ്. മനസ്സിലാകുന്നുണ്ട്? യു വിൽ ഗെറ്റ് യുവർ സക്സസ്. നോ എക്സ്ക്യൂസ് അബൌട്ട് ദാറ്റ്. രണ്ടും കൽപ്പിച്ചിറങ്ങിയ മനുഷ്യന്റെ മുൻപിൽ, പ്രകൃതിക്ക്, പ്രപഞ്ചത്തിന് അവസരങ്ങള് നാണക്കേടാണ്. ആ മനുഷ്യന് വേണ്ട സപ്പോർട്ട് ലഭിച്ചിരിക്കും, കിട്ടിയിരിക്കും, റിസൾട്ട് സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ എക്സ്പെക്ടേഷൻസും അറ്റാച്ച്മെന്റും പാടും. ഏത്? എനിക്ക് ഇങ്ങനെ തന്നെ വേണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ തന്നെ വേണം. നോ, യൂണിവേഴ്സ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ലിമിറ്റഡ് ആണ്, വളരെ ചെറുതാണ്. ആ ചെറിയ മനസ്സിൽ നിന്ന് ചിന്തിക്കുന്ന നമ്മൾ മനസ്സ് വളരെ നിസ്സാരമാണ്, വളരെ ലിമിറ്റഡ് ആണ്, വളരെ വീക്കാണ്, ഒരുപാട് ട്രോമയുള്ള ആളാണ്, സംഗതികളാണ്. അപ്പൊ അത് നിങ്ങൾ കാണുന്ന പ്ലാനിലല്ല, അതിലേറെ ബെറ്ററായ പ്ലാൻ ഉണ്ട് പ്രപഞ്ചനാഥൻ. ആ ബെറ്ററായ പ്ലാനുമായിട്ട് റെഡിയാണ്. ദ തിങ് ഈസ്, അതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ലൈക്ക് യു ടേക്ക് ആക്ഷൻ അറ്റ് ദ സെയിം ടൈം ട്രസ്റ്റിംഗ് ദ പ്രോസസ്. അതെന്താ നമുക്കറിയില്ല. എന്തായാലും എനിക്കുള്ള മാജിക് വരും, എനിക്ക് മാജിക് വരാനുണ്ട്. വരുന്ന അപ്പൊ ഞാൻ എടുക്കട്ടെ എഫേർട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ
If you put your 120%, if you put your 500%, what you will receive? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 10,000%. അബണ്ടൻസ് ആണ് വരാനുള്ളത്. നിങ്ങൾക്ക് അറിയൂല എങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ വരും, ഒരുപാട് അബണ്ടൻസ് വരും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. എവറിത്തിങ് വിൽ ഹാപ്പൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എത്ര പേര് വരും എന്നുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ വി വർ വർക്കിംഗ് ഹാർഡ് ആൻഡ് എവറി ഡേ വി വർ പുട്ടിങ് ഇറ്റ്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നില്ലേ? നിങ്ങൾ ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ഡെയിലി മെസ്സേജ് അയക്കാണ്, ഡെയിലി. ബിക്കോസ് വി ആർ വർക്കിംഗ് ഹാർഡ്. വി ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങളുടെയൊക്കെ മൈൻഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിരന്തരം മെസ്സേജ് അയച്ചേ പറ്റൂ, നിങ്ങളെ ശല്യം ചെയ്തേ പറ്റൂ. എന്നാലേ നിങ്ങൾ നന്നാവൂ, എന്നാലേ നിങ്ങൾ ഡിസിഷൻ എടുക്കൂ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഇതിലേറെ ഫാസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് പണിയെടുക്കാൻ വേറെ ആമ്പിള്ളേരുണ്ട്. അവർ കൊണ്ടുപോകും ഓപ്പർച്യൂണിറ്റി, അവർ കൊണ്ടുപോകും അവസരങ്ങള്. You should grab your opportunity, not anyone else. So you have to work hard. Do you think? എല്ലാ ദിവസവും വീഡിയോസ് വരുന്നുണ്ട്, പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, ടെക്സ്റ്റുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതിന് പുറമെ ഗ്രൂപ്പിലുള്ള അഡ്മിൻസ് നിങ്ങളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്, സംഗതികൾ ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിൽ. Do you think it will work without effort? ഈ പറഞ്ഞിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ആണ് എന്ത്? യൂണിവേഴ്സിന് തിരിച്ചിട്ട് കൊടുക്കുന്ന പ്രോസസ്, ട്രസ്റ്റിംഗ് ദ പ്രോസസ് എന്ന് പറയുന്നത്. So you do that, you will get back your. മനസ്സിലാവുന്നുണ്ടോ? പണിയെടുക്കണം. നമ്മൾ പണിയെടുക്കലാണ് സ്വീകരിക്കുക. ബിക്കോസ് ഞങ്ങൾക്കൊരു ഫീലിംഗ് ആണ് കിട്ടുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ യൂണിവേഴ്സ് ഞങ്ങൾക്കൊരു ഫീലിംഗ് തരികയാണ്. നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയിൽ എന്ന് വെച്ചാൽ യൂണിവേഴ്സിൽ നമ്മൾ വിശ്വസിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ തരികയാണെന്ന് വെച്ചാൽ, ആശയം തരികയാണെന്ന് വെച്ചാൽ, ആ പ്രപഞ്ചത്തിൽ നമുക്കൊരു ഫീലിംഗ് തരികയാണ്. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഗതികൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തോന്നൽ തരികയാണ്. ആ തോന്നലിനെ വിശ്വസിക്കുക, എന്നിട്ട് ആ പണി എടുക്കുക. യു ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. യു ഗോട്ട് ഇറ്റ്? ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് ദ റിവാർഡ് ഫ്രം. മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനെന്താ വെച്ചാൽ തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തപ്പം 20 ആൾക്കാർ വരുള്ളൂ, അല്ലെങ്കിൽ 20 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷ എടുത്ത് പിന്നെ അതെന്തായി 40, 50. അപ്പൊ ഞാൻ വിചാരിച്ചത് 50 പേരെ ഉണ്ടാവുള്ളൂ മീറ്റപ്പിന്. 50 പേരുണ്ടല്ലോ. അങ്ങനെ 50 പേർക്കുള്ള ഹോളാ ബുക്ക് ചെയ്തത്. സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ യൂണിവേഴ്സ് റിവാർഡ് ചെയ്തിട്ട് 100 ആൾക്കാർ, 100 ചില്ലാനം ആൾക്കാർ വന്നു. അതാണ് പറയുന്ന അബണ്ടൻസ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻ അല്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്ലാനിൽ എനിക്ക് 50 പേരുള്ള പ്ലാൻ ഉള്ളൂ. ഇഗോടെ 100-ലധികം ആൾക്കാർ വരും. ഇനി അടുത്ത പ്രോഗ്രാമിന് എത്ര ആൾക്കാർ വരാൻ പോകുന്നത് എനിക്കറിയില്ല. നെക്സ്റ്റ് മന്തിൽ പ്രോഗ്രാം വരുന്നത്. മീറ്റപ്പ് വരിക, പങ്കെടുക്കുക. EFT മീറ്റപ്പ്. Just come and join. Change your life. So ഓഫ്ലൈൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഓഫ്ലൈൻ പ്രോഗ്രാം, ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട്. നമ്മളിപ്പോൾ 20 പേർക്കുള്ള പ്രോഗ്രാമേ വെച്ചിട്ടുള്ളൂ. എത്ര പേര് വരുന്നത് എനിക്ക് അറിയില്ല. I don't know how many people will come. Let's see. യൂണിവേഴ്സ്. അപ്പൊ അതിലേക്ക് എന്ത് വെച്ചാൽ നമ്മൾ കൊടുക്കുക. അപ്പൊ ഞായറാഴ്ച നടക്കുന്ന ബിസിനസ് പ്രോഗ്രാമിലേക്ക്, എക്സലൻസിലേക്ക് എന്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കൊടുക്കുക കേട്ടോ, മെസ്സേജ് അയക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്ന് വെച്ചാൽ, സ്വനിത പറയുന്നു എഫക്റ്റീവ് ക്ലാസ്, മോട്ടിവേറ്റഡ്. ഓക്കെ, ഇനിയും ഓഫ്ലൈൻ വേണം. യെസ്, ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ അവയർനെസ് കൊടുക്കുക. ഇന്നത്തെ മെസ്സേജ് അതാണ്. അവയർനെസ് എന്ത് ചെയ്യുക, കൊടുക്കുക. എനിക്ക് ആക്ച്വലി ഒരുപാട് പറയാനുണ്ട്. ആ ഒരൊറ്റ പോയിന്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല പഠിക്കാനുള്ളത്. അപ്പൊ ഇനിയുള്ള അടുത്ത 6 ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സ് 3 പേരിലേക്ക്, ഏറ്റവും ചുരുക്കുന്ന 3 പേരിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ 3 ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിന്റെ ലിങ്ക് അയക്കുക, ആൾക്കാരെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാം. എന്നിട്ട് എന്താ വെച്ചാൽ മോർണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതായത് അവരുടെ ലൈഫ് മാറട്ടെ. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്? ഉപകാരപ്പെട്ടു? റിസൾട്ട് കിട്ടിയോ? Is it helpful? നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഒരു ഫീലിംഗ് വന്നോ? ഒരു തിരിച്ചറിവ് വന്നു, ഞാൻ പണിയെടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ചിന്തിച്ചിരുന്നു, ആ ട്രാക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് നല്ലൊരു ഓർമ്മപ്പെടുത്തലായി, ഇതൊരു നല്ലൊരു തിരുത്തലായി. Yes or no? Yes or no? Yes. മോസിന പറഞ്ഞു യെസ്, ഐ നോ. പെർഫെക്റ്റ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ, ക്യാൻ ഐ ഗെറ്റ് ബാക്ക് യുവർ സപ്പോർട്ട്? ഞാൻ നിങ്ങൾക്ക് ഈ രൂപത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, ക്യാൻ ഐ ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ? ഞാൻ ചോദിച്ചോട്ടെ. കാരണം എന്റെ യൂണിവേഴ്സ് എന്നോട് പറയുന്നുണ്ടെന്ന് വെച്ചാൽ, എന്റെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് സപ്പോർട്ട് ചോദിക്കണം എന്നുള്ളത്. അതിന് ഞാൻ ഒരു മടിയും കാണിക്കണ്ട. ഗെറ്റ് ബ്രില്യന്റ് ആയിട്ട് ആസ്കിങ് നമുക്ക് ചെയ്യാം. ക്യാൻ ഐ ഗെറ്റ് ദ സപ്പോർട്ട്? നിങ്ങളൊരു 3 പേര് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ചെലവ്.
ഇൻവൈറ്റ് ചെയ്യുക. അവരുടെ ലൈഫിലും ഈ പറഞ്ഞിരിക്കുന്ന അറിവുകൾ അവരിലേക്ക്, നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ അബണ്ടൻസ്? പോരാ. നമ്മൾ എപ്പോഴും അബണ്ടൻസ്, ഈ അറിവുകൾ നമുക്കെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എപ്പോഴും എത്തിക്കണം, ഷെയർ ചെയ്യണം, സ്പ്രെഡ് ചെയ്യണം എന്നുള്ള സംഗതി. അപ്പൊ ഈ ക്ലാസ്സിന്റെ ലിങ്ക്, റെക്കോർഡ്സ് ഉണ്ടാവും, അത് നിങ്ങൾ അയച്ചു കൊടുക്കും, ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിൽ, സംഗതികളിൽ, ഫ്രണ്ട്സിന് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്, സിബ്ലിങ്സിന് അയച്ചു കൊടുക്കുക. അവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ, അവർ വരട്ടെ. ഇത്രയും നല്ല ട്രെയിനിങ്, ഇത്രയും പാഷനേറ്റ് ആയിട്ട്, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എവറി ഡേ എടുക്കുന്നു. റെക്കോർഡഡ് ക്ലാസ്, റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം 70 എപ്പിസോഡുകൾ കഴിഞ്ഞു. വി ആർ കണ്ടിന്യൂയിങ് ദിസ് ജേർണി എവറി ഡേ. എന്നിട്ട് ഈ 100 പേര് അറ്റൻഡ് ചെയ്താൽ മതിയോ? ഈ 100 പേരിലേക്ക് ഇത് എത്തിയാൽ മതിയോ? പോരാ. നമുക്കിത് എന്ത് ചെയ്യണം? 400, 500 ആൾക്കാരിലേക്ക് എത്തിക്കണം. ഐ നീഡ് യുവർ സപ്പോർട്ട് ഫോർ ദാറ്റ്. ഓക്കെ, സോ ഗിവ് മീ ദാറ്റ് സപ്പോർട്ട് ആൻഡ് ഐ വാണ്ട് ടു ഗിവ് യു മോർ. ഐ വാണ്ട് ടു ഗിവ് യു മോർ. ഈ 7 ദിവസത്തിനുള്ളിൽ അവർ വരട്ടെ, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡു ദിസ്. ലെറ്റ്സ് ചേഞ്ച് അവർ ലൈഫ്. പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ലെറ്റ്സ് വർക്ക് ആസ് എ ടീം ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, മൂസിന പറഞ്ഞ് ഞാൻ ഒരുപാട് ആളുകൾക്ക് ദിവസം ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് മൂസിന, യു ആർ എ ഗുഡ് സോൾ. താങ്ക് യു സോ മച്ച്. നമ്മളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങരുത് കേട്ടോ. അപ്പൊ അതാണ് പറയാനുള്ളത്. മറക്കരുത്, 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? ആ മെസ്സേജ് പ്ലീസ് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ ഇവിടെ പഠിച്ചതിനെക്കാട്ടിലും ഡബിൾ, ട്രിപ്പിൾ ഇരട്ടിയിൽ സ്ട്രാറ്റജികൾ പഠിക്കാം, ടെക്നിക്സുകൾ പഠിക്കാം, റിയൽ ബിസിനസ് മാത്രം പഠിക്കാം. ലെറ്റ്സ് ഡു ദിസ്, ലെറ്റ്സ് ക്രിയേറ്റ് വെൽത്ത്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മളെന്ന് വെച്ചാൽ ഇനി നമുക്കൊരു മോർണിംഗ് മെഡിറ്റേഷൻ സെഷൻ ഉണ്ട്, ഹീലിംഗ് സെഷൻ ഉണ്ട്, അതിലേക്ക് കിടക്കാൻ പോവാണ്. ഈ ഒരു എനർജിയിൽ നിന്ന് കാം ഡൗൺ ആക്കിയിട്ട് അതിലേക്ക് എല്ലാവരും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് അതിലുള്ളത്. സോ കം ആൻഡ് ജോയിൻ. ഓക്കെ, സ്പാർക്ക് ഉണ്ടായിരുന്നു സാർ, കത്തും, കത്തിക്കണം, കത്തിക്കും നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇന്നത് കത്തിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കത്തിക്കും, പറപ്പിക്കും, വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. ആ അവയർനെസ് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങളിൽ നിന്ന് വെച്ചാൽ എനർജി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യട്ടെ. ഓക്കെ, ഫീൽ ദാറ്റ് എനർജി, എക്സൈറ്റ്മെന്റ്, പാഷൻ, ഫോക്കസ് മൈൻഡ് അതിൽ തന്നെ നിൽക്കട്ടെ. മൈൻഡ് അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ, ഇന്റൻസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, അതിലേക്ക് നിങ്ങൾ എത്തിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ്, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ബിസിനസ് പ്രോഗ്രാമിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എങ്ങനെയാണ് ആ പ്രോഗ്രാം, എന്താ പ്രോഗ്രാം, അതിലെന്താ പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഓസം ക്ലാസ്. താങ്ക് യു സോ മച്ച് ഉഷ ജോസഫ് അറിയാം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ എക്സ്പീരിയൻസ് ഇതേ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഓഡിയോസ് ഒക്കെ ആയിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഹൗ വാസ് ദ സെഷൻ? സൂപ്പർ ക്ലാസ് ആയിരുന്നു. അവയർനെസ് ഒക്കെ, ഒരുപാട് ഐഡിയാസ് കിട്ടി, ഒരുപാട് ബോധം വന്നു, തിരിച്ചറിവ് വന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. സാറിനോട് ഞാൻ പറഞ്ഞില്ല ബിസിനസ്സിലെ കുറച്ച് ഇതൊക്കെ ബ്ലോക്ക് ഉള്ളത്, അപ്പം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. വരും, എനിക്കറിയാം, വരട്ടെ, എല്ലാം വരും. കമർജാനൊക്കെ നല്ല പ്രതീക്ഷയിൽ നിന്ന്, കാരണം ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് പറയും കമർജാനെ പോലുള്ള ആൾക്കാർക്കൊക്കെയാണ്. കാരണം എന്താ വെച്ചാല് ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരാളാണ്. പരമാവധി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. എല്ലാം ക്ലാസ്സിലേക്ക് 5 ആള് ഇന്ന് രാവിലെ തന്നെ കൊടുക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉഷാറാവട്ടെ. ആ ഒരു നന്മ ചെയ്യുന്നതിനൊക്കെ പ്രപഞ്ചനാഥൻ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം, കൂടുതൽ വളർച്ചയും, കൂടുതൽ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി തരട്ടെ. ഓക്കെ, അപ്പോഴും നല്ല കാര്യങ്ങൾ എന്താ വെച്ചാൽ നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.